എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം. ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമായിരുന്നു ക്യാപ് ID സെക്യൂരിറ്റി കീ ഇനി കിട്ടാനായിട്ട് പറ്റുമോ, ഇനി കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചോദിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് അപേക്ഷിക്കാനായിട്ടാണ് അവസരമുള്ളത്. അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പുതുതായിട്ട് ലേറ്റ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ admission.uoc.ac.in/admission എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും FIUGP 2025-26 ലേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സീറ്റ് വേക്കൻസി ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് കോളേജാണോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജുകൾ ഈ ഒരു 1 by 1 ആയിട്ട് ഓരോന്നിൻ്റെയും അതായത് ഓരോ കോളേജിലെയും പരിശോധിച്ച ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സിന് വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഗവൺമെൻറ് കോളേജിൽ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാകും, അതായത് എയ്ഡഡ് കോളേജാണോ ഗവൺമെൻറ് കോളേജാണോ എന്നുള്ളത്. അപ്പോൾ എയ്ഡഡ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലേക്കുമാണ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എയ്ഡഡ് കോളേജിലേക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഗവൺമെൻറ് കോളേജിൽ ആദ്യം കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് കോളേജിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോളേജ് ഏതാണോ അതനുസരിച്ച് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്, അതുപോലെ തന്നെ BA എക്കണോമിക്സ് ഓണേഴ്സ്, BA ഹിസ്റ്ററി ഓണേഴ്സ്, അതുപോലെ BA അറബിക് ഹിസ്റ്ററി, അതുപോലെ BA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA ഹിന്ദി, BSc സുവോളജി, അതുപോലെ BSc ഫിസിക്സ്, BSc മാത്തമാറ്റിക്സ്, അതുപോലെ ബോട്ടണി, BSc കെമിസ്ട്രി, ഇതിനൊക്കെ വേക്കൻസി കാണാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം BSc മാത്തമാറ്റിക്സ്, അതുപോലെ ബോട്ടണി, കെമിസ്ട്രി എന്നിവയ്ക്കൊക്കെയാണ്. അതുപോലെ തന്നെ BSc ഫിസിക്സിനും പഠിക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത്, അതായത് ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാം ഏത് കാറ്റഗറിയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ കാറ്റഗറി ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് കാസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറിയിൽ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി ഈ ഒരു ജനറൽ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജനറൽ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ EA വിഭാഗമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ അവിടെ 2 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിലേക്കും നിങ്ങൾ 2 ഓപ്ഷൻ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു കോളേജിൽ ഈ ഒരു കോഴ്സിലേക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കും നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി ഏതാണോ, അതുപോലെ തന്നെ ജനറൽ സീറ്റിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കും. അഥവാ കാസ്റ്റ് കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരും. അഥവാ നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഇല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലെ സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് തരും. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ സീറ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറിയിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. സാധാരണ ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഏത് കോളേജാണോ വേണ്ടത് ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിലേക്ക് മാത്രം ഓപ്ഷൻ കൊടുത്താൽ മതി. അല്ലാതെ ഇന്ന കാറ്റഗറിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു കോളേജ് അതായത് സാധാരണ ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ ഇന്ന കോളേജിൽ ഇന്ന കോഴ്സിന് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യം BSc ഫിസിക്സ് ഓണേഴ്സ്, അതുപോലെ തന്നെ BSc മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ BSc ബോട്ടണി, അതുപോലെ കെമിസ്ട്രി എന്നിങ്ങനെയുള്ള കോഴ്സുകൾക്കാണ്. അപ്പോൾ ഞാൻ അവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം വേക്കൻസി ജനറൽ കാറ്റഗറിയിൽ തന്നെ വേക്കൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു കോഴ്സിലേക്ക് ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കോളേജിലേക്ക് കൂടി ഓപ്ഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റുന്ന കോളേജ് ഏതാണുള്ളത് അപ്പോൾ ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വേക്കൻസി എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഇവിടെ 8 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു മാത്തമാറ്റിക്സിന് മാത്രമേ വേക്കൻസി ഉള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു കോഴ്സിലേക്ക് കൂടി ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് മറ്റെവിടെയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് വേക്കൻസി ഉണ്ടോ, അതായത് BSc കെമിസ്ട്രി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സിന് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്കിപ്പോൾ ജില്ലയൊന്നും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബാക്കിയുള്ള ജില്ലയിലേത് കൂടി വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വേക്കൻസി കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആ ഒരു കോളേജ് നോക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സിന് എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ ഈ രീതിയിൽ നോക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം BSc മാത്തമാറ്റിക്സ് ഓണേഴ്സിന് വേക്കൻസി 5 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി BCom ഓണേഴ്സാണ്. അപ്പോൾ ഈ രീതിയിൽ എനിക്ക് പോകാം, അതായത് എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതൊക്കെയാണ്. ഇപ്പോൾ ചിലപ്പോൾ അത് ഗവൺമെൻറ് കോളേജ് മാത്രം നോക്കിയത് കൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇനി എയ്ഡഡ് കോളേജ് കൂടി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തതായിട്ടുള്ളത് ഒരു എയ്ഡഡ് കോളേജ് കൂടി സെലക്ട് ചെയ്യുന്നു. സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ BSc മാത്തമാറ്റിക്സിന് സീറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ കെമിസ്ട്രി അതുപോലെ അതിനൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഞാൻ BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ
BSc ഫിസിക്സ് ഓണേഴ്സ്, മാത്തമാറ്റിക്സ്, അതുപോലെ ബോട്ടണി, കെമിസ്ട്രി ഇതിനും ഇവിടെ വേക്കൻസി ഉണ്ട്. അതുപോലെ BSc കമ്പ്യൂട്ടർ സയൻസ് ഇതിനും വേക്കൻസി ഉണ്ട്. അപ്പോൾ എനിക്ക് താല്പര്യമുള്ള കോഴ്സിൽ ജനറൽ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എൻ്റെ കാസ്റ്റ് കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടെങ്കിലും എനിക്ക് ഓപ്ഷൻ കൊടുക്കാം. 2 കാറ്റഗറിയിലും സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ രണ്ടിലും കൂടി ഇന്ന കാറ്റഗറിയിൽ എന്ന് വെച്ച് കൊടുക്കേണ്ടതില്ല. ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് എന്ന് മാത്രം കൊടുത്താൽ മതി. സീറ്റ് വേക്കൻസി അനുസരിച്ച് അതിലേക്ക് നമ്മളെ നമുക്ക് അലോട്ട്മെൻറ്റ് നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇനി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇവിടെ 3 ലൈൻസ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് പോകുന്ന സമയത്ത് നേരത്തെ കാണിച്ചതുപോലെ അവിടെ കൺഫർമേഷൻ എറർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലായിട്ട് മെനു ബാർ കാണാം, അവിടെ ഹോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹോം പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. അതായത് FIUG CAP 2025 ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം FIUG P 2025-26 ലേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ പേജിലേക്കാണ് പോവുക. ലോഗിൻ പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ സൈനപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. FIUG CAP ലേറ്റ് രജിസ്ട്രേഷൻ 2025 സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റർ യുവർ നെയിം, അതുപോലെ തന്നെ എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ കൺഫേം മൊബൈൽ നമ്പർ എന്നിങ്ങനെ കൊടുത്തിട്ട് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ബാക്കി സ്റ്റെപ്പ് കൃത്യമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹൗ ടു അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് മാനുവൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷിക്കാം എന്ന് പറഞ്ഞുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിലവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എപ്പോഴാണെന്നുള്ള കാര്യം നമുക്ക് നോക്കിയേക്കാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓരോ സ്റ്റെപ്പും എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സ്റ്റെപ്പിന് ശേഷം പിന്നീട് ബാക്കിയുള്ള അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ്, ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. അതുപോലെ വെയിറ്റേജ് ആൻഡ് ഡിസബിലിറ്റി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെയുള്ള കുറേ ഡീറ്റെയിൽസ് കൊടുക്കാണ്ട് ഇതൊക്കെ ഫോട്ടോ അപ്ലോഡ്, അതുപോലെ തന്നെ പല ഡീറ്റെയിൽസും കൃത്യമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു മാനുവൽ നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു എങ്ങനെയാണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പ്രസ് റിലീസിലാണ് സാധാരണ അത് നോട്ടിഫിക്കേഷൻസ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം അത് എങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സാധാരണ രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ, അതായത് ഇവിടെ അഡ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പേജിലേക്ക് പോകുന്നതും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലേറ്റ് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൺഫർമേഷൻ, അത് സേവ് ആൻഡ് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ട നിർബന്ധമാണ്. ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതോടുകൂടി മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.